ഖസാനത്തുൽ ഇൽമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഗുഡ് മോർണിംഗ് എവറിബഡി. സ്മോൾ ടൗൺസ് ആൻഡ് റിവർ എന്ന പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തു. ഈ ഒരു പോയത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഓഫ് ദി പോയം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പട്ടണം, താഴ്വര, പുഴ ഇതെല്ലാം ചിത്രീകരണത്തിൽ നിന്നും തൻ്റെ ജന്മദേശത്തോട് അഥവാ നേറ്റീവ് ലാൻഡിനോട് എത്രമാത്രം ക്ലോസ് ആണ് നമ്മുടെ പോയട്രി എന്നുള്ളത് വളരെയധികം വെളിപ്പെടുത്തുന്നുണ്ട്. ഓരോ സൂക്ഷ്മ ചലനങ്ങളിലൂടെയും അഥവാ ഓരോ വരിയിലും അരുണാചൽ പ്രദേശിൻ്റെ സ്പിരിറ്റ്, ആത്മാവിനെ മാമങ്തായി എന്ത് ചെയ്തിട്ടുണ്ട്, പകർത്തിയെടുത്തിട്ടുണ്ട്. കവിത ഇന്ത്യൻ രചനയാണെന്ന് വായനക്കാരിലേക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സ്പിരിച്വൽ ഓവർ ടോൺസും അതുപോലെ തന്നെ ഇപ്പോൾ ട്യൂബർ റോസസ് എന്നൊക്കെ ഉള്ളതിൻ്റെ പരാമർശം, ഈ വാക്കുകളുടെയൊക്കെ പരാമർശം എന്താണ്, ഇതൊരു ഇന്ത്യൻ രചനയാണ് എന്നുള്ളതിൻ്റെ വായനക്കാരിലേക്ക് വളരെയധികം എത്തിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പട്ടണങ്ങളിലെ ചെറുപ്പക്കാർ എത്രത്തോളം ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും, സ്ട്രേഞ്ച്ലി പറയുകയാണെങ്കിൽ ഒരു അയൽവാസിയുടെ മരണത്തിൽ ചെറിയൊരു ടൗൺ മുഴുവൻ വേദനിക്കുന്ന വിധത്തിൽ എന്താണ് ഒരു എന്നതിലൂടെ ചെറിയ പട്ടണങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മോറൽ, ധാർമ്മികതയും സ്വഭാവത്തിൻ്റെയും നല്ല രീതിയിൽ അതിൻ്റെ അവരുടെ ഏറ്റവും നല്ല ബോധം മനസ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, മാമങ്തായി ചിത്രീകരിച്ചിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ദറ്റ് ഷീസ് പോർട്രേറ്റ്സ് ദ എറ്റേണിറ്റി ഓഫ് നേച്ചർ ഇൻ കോൺട്രാസ്റ്റ് ടു ദ ഇംപെർമനൻസ് ഓഫ് ദി ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയാം. സോ ഈ ഒരു പോയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഇതിൽ ഓരോ പോയറ്റിക് ഡിവൈസസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓവറോൾ ടോട്ടൽ നമുക്കൊന്ന് പറയാം. ഇതിലുള്ള പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്? അലിറ്ററേഷൻ വരുന്നുണ്ട്. അലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് സൗണ്ട്സ് അല്ലേ, ഒരേ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു ഫ്രേസിൽ റിപ്പീറ്റേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് സൗണ്ട്സ് ആണ്. അതിനിവിടെ രണ്ട് എക്സാമ്പിൾസ് നമുക്ക് ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റും. മിസ്റ്റ് ഓൺ ദി മൗണ്ടെയിൻ ടോപ്സിൽ മ എന്ന് പറയുന്ന രണ്ട് എം എന്നതിൻ്റെ കോൺസ്റ്റൻറ്റ് സൗണ്ട്സിൻ്റെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അനദർ എക്സാമ്പിളാണ് ജസ്റ്റ് ദ അതർ ഡേ സം വൺ ഡെയ്ഡ് എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നൊരു പോയറ്റിക് ഡിവൈസ് ആണ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ജീവനുള്ളതിൻ്റെ ക്വാളിറ്റിയെ ജീവനില്ലാത്തതിന് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനോടൊന്ന് കമ്പയർ ചെയ്യുക, ഒരു കോൺട്രാസ്റ്റിങ് കൊടുക്കുക. ഇവിടെ നല്ല രീതിയിൽ നമുക്ക് എന്താണ്, റിവർ ഹാസ് എ സോൾ അല്ലേ, റിവർ ഹാസ് എ സോൾ. റിവർ എന്നുള്ളതിന് എന്താണ്, റിവർ ഒരു ജീവനൊന്നും ഇല്ലാത്തൊരു വസ്തുവാണ്, പക്ഷേ സോൾ എന്ന് പറയുന്നത് ആത്മാവ് അല്ലേ, ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അതിന് റിവറിനോട് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൈ ഹോം ടൗണിനെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്, ഡസ്റ്റ് ഫ്ലൈയിങ്, അങ്ങനെ ഒരുപാട് പേഴ്സോണിഫിക്കേഷൻസ് ഈ പോയത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിവർ ഹാസ് എ സോൾ എന്നുള്ളതിനെ ഒരു റീഫ്രെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. റീഫ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, റിപ്പീറ്റേഷൻ ഓഫ് ടെക്സ്റ്റ് അല്ലേ, ടെക്സ്റ്റിനെ റിപ്പീറ്റ് ചെയ്യാം. എങ്ങനെ, ഫ്രീക്വൻ്റ്ലി ഒക്കെ എന്ന കൺക്ലൂഷനിൽ ഒരു സ്റ്റാൻസൈഡ് അല്ലെങ്കിൽ ഒരു വേഴ്സിൻ്റെ കൺക്ലൂഷനിൽ എന്ത് ചെയ്യുക, ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിന് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. റിവർ ഹാസ് എ സോൾ എന്ന് പറയുന്നതിന് രണ്ട് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, രണ്ട് സ്റ്റാൻസൈഡേയും സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു റിഫ്രെയിൻ ആയിട്ട് ആണ് എന്നുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്നുകൂടെ പറയാം. പിന്നുള്ളതാണ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിതെസിസും കൂടിയാണത്. ആൻറ്റിതെസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വസ്തുതകൾ ഒരുമിച്ച് വരിക അല്ലേ, ലൈഫും ഡെത്തും എൻ്റർലി ഓപ്പോസിറ്റ് ആണ് അല്ലേ, അതുകൊണ്ട് ആൻറ്റിതെസിസ് വരുന്നുണ്ട്. ലൈക്ക് സിമിലി വരുന്നുണ്ട്. സിമിലിയിൽ എന്താണ്, ലൈക്ക് അല്ലെങ്കിൽ ആസ് വെച്ച് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഇവിടെ ഇൻ ദ സമ്മർ ഇറ്റ് കട്ട്സ് ത്രൂ ദി ലാൻഡ് ലൈക്ക് എ ടോറന്റ് ഓഫ് ഗ്രീഫ് എന്ന് പറയുന്ന ഒരു ലൈക്ക് വെച്ചിട്ടുള്ള ഒരു സിമിലി വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് വരുന്നുണ്ട്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയുമ്പോൾ
ഇവിടെ വരുന്നത് ലുക്കിംഗ് അറ്റ് ദ സൗണ്ട് റീത്ത് ഓഫ് ട്യൂബറോസസ് ആണ്. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് എന്താണ് ഇമോഷൻസ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് പറഞ്ഞ ഒരു നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്യൂണറലിൻ്റെ ഭാഗമായിട്ട് ഒരു കണ്ടോളസൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റീത്ത് ഓഫ് ട്യൂബറോസസ് അവിടെ കൊണ്ടുവെക്കും എന്ന് പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഡിനെയാണ് പറയുന്നത് അല്ലേ, അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ദുഃഖത്തിനെ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖത്തിനെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു റീത്ത് ഓഫ് ട്യൂബറോസസ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇമോഷൻ കൺവേർട്ട് ചെയ്തിട്ട് പറയുന്ന വരി. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ഇങ്ങനെ ഇത്തരം പൊയറ്റിക് ഡിവൈസസ് ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതാണ്, വാട്ട് ഡസ് ദ പോയം മീൻ ബൈ ഡ്രെഡ്ഫുൾ സൈലൻസ്? നമ്മളോട് ചോദിക്കുന്നത് ഡ്രെഡ്ഫുൾ സൈലൻസ് എന്നുള്ളത് കൊണ്ട് ഈ പോയത്തിൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ്. ദ സൈലൻസ് റെഫേർഡ് ടു ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി ഡെത്ത് ഓഫ് സംവൺ അല്ലേ, ഒരാളുടെ മരണം കാരണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണം കാരണമാണ് അവിടെ ഒരു സൈലൻസിനെ റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ദീസ് ഡെത്ത് റിമൈൻഡ്സ് അതേഴ്സ് ഓഫ് ദെയർ മോർട്ടൽ നേച്ചർ അല്ലേ, ഒരു മോർട്ടൽ നേച്ചറിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് അസോസിയേഷൻ ദാറ്റ് ദേ സെറ്റ് സൈലൻസ് ഈസ് കോൾഡ് ഡ്രെഡ്ഫുൾ. അത് ഒരു നമുക്ക് പറയാം മൗനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈലൻസ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനാജനകമായിട്ടുള്ള ഒരു സമയത്തിലാണ് നമുക്ക് മൗനം പ്രാപിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സങ്കടം വരുന്ന സമയത്തിനെയാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഡ്രെഡ്ഫുൾ സൈലൻസ് എന്നുള്ളത് കൊണ്ട് ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ദ റിവർ ഹാസ് എ സോൾ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് പോയറ്റ് എന്താണ് മീൻ ചെയ്തിട്ടുള്ളത്? ദ റിവർ ഹാസ് എ സോൾ അല്ലേ, എന്താണ് വെൻ ദ പോയിറ്റ് സേസ് ദ റിവർ ഹാസ് എ സോൾ ഷീ പേഴ്സോണിഫൈസ് ദ റിവർ. നമ്മൾ പറഞ്ഞൊരു പേഴ്സോണിഫിക്കേഷൻ ആണ് അവിടെ അല്ലേ. റിവർ എന്നുള്ളതിനെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആയിട്ടുള്ള സോൾ, പുഴക്കും എന്തുണ്ട് ആത്മാവുണ്ട് എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഈ ഒരു പോയത്തിൽ അക്കോർഡിംഗ് ടു ദ പോയറ്റസ് ദ റിവർ ഹാസ് എ സോൾ മീനിങ് ദാറ്റ് എസ് ലിവിങ് എൻറ്റൈറ്റി അല്ലെ, ഒരു ലിവിങ് എൻറ്റൈറ്റിനെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദിസ് ഫാക്ട് ബൈ എക്സ്പ്ലൈനിങ് ഇറ്റ്സ് കോഴ്സ് ഇൻ സമ്മർ. അറ്റ് ദിസ് ടൈം ദർ ഇസ് വെരി ലിറ്റിൽ വാട്ടർ ഇൻ ദ റിവർ അല്ലേ. സമ്മർ സീസണിലൊക്കെ എന്താണ് ഒരു റിവറിൽ അല്ലെങ്കിൽ ഒരു പുഴയിൽ എന്തൊരു വാട്ടർ ബോഡീസിലും എന്തെങ്കിലും ലിറ്റിൽ കുറച്ച് വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദോ ഇറ്റ് ഫ്ലോസ് സ്ലോലി ആൻഡ് വിത്ത് മിനിമം പവർ അല്ലേ. അത് വളരെ പതുക്കെ ആണ് ഒഴുകുക, ഒരു മിനിമം പവറിലാണ് അത് ഒഴുകുക. കാരണം അത്ര കൂടുതൽ വെള്ളം എന്തുണ്ടാവില്ല അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് സ്ലോലി ആയിട്ടാണ് മൂവ് ചെയ്യുന്നതൊക്കെ. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് ഇഫ് ദ റിവർ ഈസ് എക്സ്പ്രസിങ് ഗ്രീഫ് അറ്റ് ദ ടൈംസ് ദ ഫ്ലോ ഓഫ് റിവർ സ്റ്റോപ്സ്. എന്താണ് പറയുന്നത്? ഇറ്റ് സെർവ്സ് ആസ് ഇഫ് ദ റിവർ ഈസ് എക്സ്പ്രസിങ് ഗ്രീഫ് അറ്റ് ടൈംസ് ഫ്ലോ ഓഫ് ദി റിവർ സ്റ്റോപ്സ് അല്ലേ. ഇപ്പോൾ ഒരു പ്രവാഹം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വെള്ളം കുറഞ്ഞ് വരുമ്പോൾ എന്തായാലും റിവർ എന്ത് ചെയ്യും, ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. ഇറ്റ് സീംസ് ആസ് ഇഫ് ദ റിവർ ഹാസ് സ്റ്റോപ്പ്ഡ് ഇറ്റ്സ് ബ്രീത്ത്. ആക്ച്വലി ദ റിവർ വാണ്ട്സ് എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ദ ഫ്ലോ അറ്റ് എ ഗ്രേറ്റ് സ്പീഡ്. ഒരു ഭയങ്കരമായിട്ട് നല്ലൊരു പവറിൽ, ഒരു മാക്സിമം പവറിൽ ഗ്രേറ്റ് സ്പീഡിൽ ഒരു റിവർ ഫ്ലോ ചെയ്യണമെങ്കിൽ അത് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ അതിൽ വേണം. ദ റിവർ വാണ്ട്സ് ടു ബി റിസർവോയർ ഓഫ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് ഫിഷസ്. അപ്പം ഒരു ഗ്രേറ്റ് നമ്പർ ഓഫ് ഫിഷസ് അതിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, റിവറിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒരു റിസർവോയർ കെട്ടി നിർത്തേണ്ടി വരും. മോറോവർ ദ റിവർ വാണ്ട്സ് എ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ സോ ദാറ്റ് റിഫ്ലക്ട് സ്റ്റാർസ് വിച്ച് ദോ അൺസീൻ ആൻഡ് ദർ ഇസ് എ സ്കൈ ആൻഡ് വിച്ച് ഇസ് നോട്ട് ബീങ് റിഫ്ലക്റ്റഡ് ഇൻ ദ വാട്ടർ അല്ലേ. അപ്പോൾ ഒരു റിവറിന് എന്താണ് ഭയങ്കര ഒരു ക്ലിയർ, ഒരു മിറർ ടൈപ്പ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ വേണം. എന്താ അതിൽ സ്റ്റാർസിനെയും അതുപോലെ തന്നെ മൂണിനെയും സ്കൈയിലുള്ള ഓരോ അൺസീൻ ആയിട്ടുള്ള വസ്തുക്കളെയും റിഫ്ലക്റ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു റിവറിന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടർ ഫ്ലോ വേണം. സോ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ഒരു നേച്ചറിൻ്റെ ഇമ്മോർട്ടാലിറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പെർമനൻറ്റ് സോഴ്സ് ആണ് വാട്ടർ എന്നുള്ളത് കാണിക്കാൻ. നേച്ചർ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് തിങ് ആണ്. നേച്ചറിൽ റിവറിന് നമുക്ക് എന്തുണ്ട്, ഒരു സോൾ ഉണ്ട്. ഹ്യൂമൻസിന് മാത്രം സോളുള്ള ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് പക്ഷെ മോർട്ടലാണ് എന്നുള്ളതിലേക്കാണ് ഈ ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നത്, വിരൽ ചൂണ്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ദ കമന്റ് ഓൺ ദി എക്സ്പ്രഷൻ ടോറന്റ് ഓഫ് ഗ്രീഫ് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ റിവർ ഹാസ് എ സോൾ എന്നതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ശരിക്കും ടോറന്റ് ഓഫ് ഗ്രീഫ് എന്ന് പറയുന്ന ഒരു സിമിലി വേർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു പോയത്തിൽ. ദ റിവർ ഫ്ലോസ് വിത്ത് എ ഗ്രേറ്റ് ഫോഴ്സ് ലൈക്ക് എ ടോറന്റ് ഓഫ് ഗ്രീഫ് അല്ലേ. എന്താണ് ഉദ്ദേശിക്കുന്നത് ഓഫ് ഗ്രീഫ്? നമ്മൾ പറഞ്ഞൊരു ദുഃഖപ്രവാഹത്തിനെ പോലെ ചില സമയങ്ങളിൽ
റിവർ ഒഴുകും എന്ന് പറയാം. The river flowing with a great force can be like a person pouring out grief in a storm of emotion. എന്താണ്, ഒരുപാട് ഇമോഷൻസിൻ്റെ ഒരു കട പുഴകി ഒഴുകുന്നത് പോലെ ദുഃഖം എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് ഒരുപാട് അല്ലേ, നമുക്ക് നല്ല കണ്ണുനീരൊലിക്കുന്നതൊക്കെ പോലെ അങ്ങനെ പറയാമല്ലോ നമുക്ക് ഇതായിട്ട്. അപ്പോൾ ഗ്രേറ്റ് ഫോഴ്സിൽ ഒരു റിവർ ഫ്ലോ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്, ടോറന്റ് ഓഫ് ഗ്രീഫ് എന്നുള്ള ഒരു സിമിലി അല്ലെങ്കിൽ ഒരു മെറ്റഫർ ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് ഇതിനോട്. ദാറ്റ് ഈസ് ദ റിവർ സ്വീപ്സ് അലോങ് വിത്ത് എ ഗ്രേറ്റ് സ്പീഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് പവറിങ് ഔട്ട് സോറോ. അപ്പം എന്താണ്, സങ്കടത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഗ്രേറ്റ് സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മാക്സിമം പവറിലാണത് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അതൊരു സമ്മർ സീസണിൽ റിവറിനെ നമ്മൾ പറഞ്ഞു പോകുന്നത് ദുഃഖപ്രവാഹത്തിനെ പോലെയാണ് ചില സമയങ്ങളിൽ ഒഴുകുക എന്നുള്ള ഒരു സ്റ്റാൻസയിലാണ് ഈ ഒരു എക്സ്പ്രഷൻ വരുന്നത്. ഡു യു തിങ്ക് ദ പോയം എൻഡ്സ് വിത്ത് ആൻ ഓപ്റ്റിമിസ്റ്റിക് നോട്ട്? ഇഫ് യെസ്, ഗീവ് ദ റീസൺസ്. എന്താണ് നമ്മളോട് ചോദിക്കുന്നത്, ഈ ഒരു പോയം ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണോ എൻഡ് ചെയ്യുന്നത്, ഇതിൻ്റെ അവസാനിക്കുന്നത് ഒരു പോസിറ്റീവ് നോട്ടായിട്ടാണോ? ആണ്, ഇഫ് യെസ് ആണെന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ള റീസൺ നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇറ്റ്സ് എ പോസിറ്റീവ് നോട്ടോട് കൂടിയുള്ള ഒരു പോയമാണെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ യെസ്, ഇത് ഒരു ഓപ്റ്റിമിസ്റ്റിക് നോട്ടിൽ എൻഡ് ചെയ്യുന്ന പോയമാണ്. ദ പോയം എൻഡ്സ് വിത്ത് ഓപ്റ്റിമിസ്റ്റിക് നോട്ട് ഓർ എ പോസിറ്റീവ് നോട്ട് വിത്ത് എ സ്പീക്കർ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ദി വേരിയസ് പ്രോബ്ലംസ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ്. അപ്പം നമ്മൾ ഇതിൽ ഈ ഒരു പോയത്തിൻ്റെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് മാമങ്തായി അവിടുത്തെ ആ ഒരു സ്മോൾ ടൗണിലെ അല്ലെന്താ അവിടുത്തെ ആ ഒരു നേറ്റീവ് പ്ലേസിൽ, അവരുടെ നേറ്റീവ് പ്ലേസിൽ ഒരുപാട് പ്രോബ്ലങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് ഈ ഒരു പോയം വരുന്നത്. സോ അപ്പോൾ ആ ഒരു അത്തരം ഏരിയാസിലെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നത് പോലെയാണ് സ്പീക്കർ. അത്തരം ഒരു പോസിറ്റീവ് നോട്ടിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെയാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ഷീ സേസ് ഇൻ സ്മോൾ ടൗൺസ് ബൈ ദ റിവർ ദാറ്റ് വിൽ ഓൾ നീഡ് ടു വാക്ക് വിത്ത് ഗോഡ്സ് അല്ലേ. സ്മോൾ ടൗണിൽ ചെറിയ പുഴകളും താഴ്വരകളും വാലീസൊക്കെ ഉള്ള ഒരു ചെറിയൊരു ടൗണിൽ, ചെറിയൊരു ഗ്രാമത്തിൽ എന്താണ് അവർക്ക് ആവശ്യമുള്ളത്, അവരൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊക്കെ ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാക്ക് വിത്ത് ഗോഡ്സ്, ദ പോയിറ്റ് സേസ് ദാറ്റ് ദ ഡെത്ത് കനോട്ട് ബി അവോയ്ഡഡ്. എന്താണ്, ഒരു മനുഷ്യനും ഒരു ഹ്യൂമൻ ബീയിങ്സിനും എന്താണ് ഡെത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്താണ്, എന്തായാലും ഒരു ഹ്യൂമനായിട്ട് ഒരു ജീവനുള്ളതായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ് മരണം വരും. ആൻഡ് ഇറ്റ് ഈസ് ഡെസ്റ്റിൻഡ് ടു കം ടു ഓൾ ഹ്യൂമൻസ് ആണ്. എന്താണ്, അത് നമുക്ക് എന്തായാലും വരും, അതൊരു വിധി എന്താണ്, ഒരു സമയത്ത് എന്തായാലും മരണം വരും എന്നുള്ളതാണ്. ബട്ട് ദർ ഈസ് സ്റ്റിൽ സം ഹോപ്പ് ഫോർ ദി ഹ്യൂമൻ സോൾ. പക്ഷെ എന്നിരുന്നാലും ഹ്യൂമൻ സോളിന് എന്താണ്, ഒരു മനുഷ്യൻ്റെ ആത്മാവിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രതീക്ഷ വെക്കാം. എങ്ങനെ, ദാറ്റ് ക്യാൻ വാക്ക് വിത്ത് ദ ഗോഡ്സ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം ദൈവത്തോടു കൂടെ സഞ്ചരിക്കാം. അതാണ് ഓരോ പോയത്തിൻ്റെ ഓരോ സ്റ്റാൻസയിൽ പറയുന്നുണ്ട്. എന്താണ്, സോൾ ഈസ് പോയിന്റഡ് ഔട്ട് ദി വെസ്റ്റ് ആൻഡ് ഇറ്റ്സ് ട്രാവൽ ടു ദി ഈസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. സണ്ണിൻ്റെ ഹോമിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്താണ്, പ്രതീക്ഷയുടെ ഒരു സിമ്പലാണത് അല്ലേ. അപ്പോൾ ഇതൊരു ഒപ്റ്റിമിസ്റ്റിക് നോട്ടിലൂടെയാണ് ഇത് അവസാനിക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു ഇതാണ്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഡെത്ത് എന്തായാലും വന്നു കൊണ്ടുപോകും. പക്ഷെ എന്താണ്, അതിനുശേഷം മരണത്തിന് ശേഷം ഒരു പുനർജന്മം, വളരെ ഭംഗിയിൽ ദൈവത്തോടു കൂടെ നടക്കാനുള്ള ഒരു പുനർജന്മം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ സാഡ് റീത്ത് ഓഫ് ട്യൂബറോസസ് അല്ലേ. നമ്മൾ പറഞ്ഞു ദ ഫ്രേസ് റീത്ത് ഓഫ് ട്യൂബറോസസ് റെഫേഴ്സ് എ ഗാർലാൻഡ് മെയ്ഡ് ഓഫ് ട്യൂബറോസസ് ഫ്ലവേഴ്സ് അല്ലേ. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇതെന്താണ്, ഒരു ഫ്യൂണറലിൽ അല്ലെങ്കിൽ ഒരു കണ്ടോളസൻസ് ആയിട്ട് നമ്മൾ മരണം സംഭവിച്ച ഒരു വീട്ടിൽ നമ്മൾ അവരുടെ ഡെഡ് ബോഡിയിലൊക്കെ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ. നമ്മൾ പൂക്കൾ കൊണ്ടുള്ള ഒരു റീത്ത്. ഇവിടെ ട്യൂബറോസസ് എന്ന് പറയുന്നത് വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള ഒരു റീത്താണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടെ അതൊരു മോറൽ വാല്യൂ കൊടുക്കുകയാണ്. അപ്പം ആ ഒരു എന്താണ്, നമ്മളെ സങ്കടം എന്ത് ചെയ്യാണ്, ഒരു നിശബ്ദമായിട്ട് അവിടെ ആ ഒരു റീത്തിലൂടെ പറയുക എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലൈഫ് ആൻഡ് ഡെത്ത് ഓൺലി ദി റിച്വൽസ് ആർ പെർമനൻറ്റ് അല്ലെ. നമ്മളെ പോയത്തിൻ്റെ ഒരു ലൈനാണ്, പോയത്തിലെ ഒരു സ്റ്റാൻസയിലെ ഒരു ലൈനാണ്. കമന്റ് ഓൺ ദി എറ്റേണിറ്റി ഓഫ് നേച്ചർ ഇൻ ദ കോൺട്രാസ്റ്റ് ടു ദി ടെമ്പററി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഡിസ്കസ്ഡ് ഇൻ ദ പോയം. ഇതൊരു SC ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ്, ഇത്
ഈ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഈ ഒരു വരിയിൽ അത് വെച്ചാൽ ലൈഫ് ആൻഡ് ഡെത്ത് ഓൺലി ദ റിച്വൽസ് ആർ പെർമനന്റ് എന്നുള്ളതിൽ തന്നെ ഈ ഒരു പോയത്തിൻ്റെ കംപ്ലീറ്റ് മീനിങ് ഉൾക്കൊണ്ടിട്ടുണ്ട്. സോ ഇതിനെ നമ്മൾ ഈ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ പോലെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അപ്രീസിയേഷൻ എഴുതുന്ന സമയത്തിന് നമ്മൾ പോയറ്റിനെ കുറിച്ചിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം പോയറ്റിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുക. പോയറ്റിൽ നമ്മൾ മാമങ് തായ് എവിടെയാണ് ജനിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ നോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു സ്മോൾ ഇൻട്രോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാമങ് തായ് ഈസ് എ പോയറ്റ് ആൻഡ് റൈറ്റർ, ഇന്ത്യൻ പോയറ്റാണ്. എബൌട്ട് ഒരു പോയത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് ശേഷം പോയത്തിൻ്റെ തീം എന്താണെന്നുള്ളത് എഴുതിയിട്ട് ഓരോ സ്റ്റാൻസയിലും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഒരു ഒപ്റ്റിമിസ്റ്റിക് നോട്ടിലാണ് ഇത് എൻഡ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് എത്തിച്ചിട്ട് നല്ല രീതിയിലൊരു അപ്രീസിയേഷൻ എഴുതുക. അതാണ് ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്താണ്, ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. എന്ത് പറഞ്ഞാലും നമ്മളുടെ പോയം പോർട്രേറ്റ് ചെയ്യുന്ന എന്താണ്, എറ്റേണിറ്റി ഓഫ് നേച്ചർ ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ ഇംപെർമനൻസ് ഓഫ് ദി ഹ്യൂമൻ എക്സിസ്റ്റൻസ് അല്ലേ. നേച്ചർ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇംപെർമനൻസ് ആണ്. അത് മോർട്ടൽ ആൻഡ് ഇമ്മോർട്ടാലിറ്റി, ഡെത്ത് ഇതിനൊക്കെ പറയുന്നതിനെ കുറിച്ചിട്ട് എൻഡ് ചെയ്തിട്ട് എഴുതാം. This is all about this chapter. So thank you.